ബാറ്റിംഗിലും നായകത്വത്തിലും 2025 രോഹിത് ശർമ്മക്ക് ശ്രദ്ധേയമായ വർഷമായിരുന്നു. ഈ വർഷങ്ങളിൽ അദ്ദേഹം ഗണ്യമായ വിജയം നേടി. എന്നിരുന്നാലും 2025 ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചപ്പോൾ ഏകദിന നായക സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. 2025 വർഷം രോഹിത് ശർമ്മക്ക് ഉയർച്ചയും താഴ്ചകളും നിറഞ്ഞ വർഷമായിരുന്നു. ഗണ്യമായ വിജയം ആസ്വദിച്ചെങ്കിലും അദ്ദേഹത്തിന് ടെസ്റ്റ് ഏകദിന നായക സ്ഥാനത്ത് നിന്നും നഷ്ടപ്പെട്ടു. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുപോലും അദ്ദേഹം വിരമിച്ചു. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ തുടർച്ചയായ രണ്ടാമത്തെ ICC ട്രോഫിയായ ചാമ്പ്യൻസ് ട്രോഫി നേടി. എന്നിരുന്നാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ ഏകദിന നായക സ്ഥാനത്തു നിന്നും പുറത്താക്കുന്നുണ്ട്. ശുഭ്മാൻ ഗില്ലിന് ആ ഉത്തരവാദിത്യം ലഭിക്കുന്നുമുണ്ട്. 2025 ഇന്ത്യക്കായി രോഹിത് ശർമ്മ 14 മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. എല്ലാം ഏകദിന ഫോർമാറ്റിലായിരുന്നു. ഈ മത്സരങ്ങളിൽ നിന്ന് 50 ശരാശരിയിലും 100 സ്ട്രൈക്ക് റേറ്റിലും 650 റൺസ് അദ്ദേഹം നേടിയെടുത്തു. 2 സെഞ്ചുറികളും 4 അർദ്ധ സെഞ്ചുറികളും. പുറത്താകാതെ 121 റൺസാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ. 2025 12 മാസത്തിനിടെ 69 ഫോറുകളും 24 സിക്സറുകളും അദ്ദേഹം നേടുന്നുണ്ട്. രോഹിതിന്റെ നായകത്വത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പര കളിച്ചു. 3-0 എന്ന സ്കോറിലാണ് ഇന്ത്യ വിജയിച്ചത്. തുടർന്നവർ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുത്തു. അവിടെ അവർ തോൽവി അറിയാതെ തുടർന്നു പോകുകയായിരുന്നു. ഒടുവിൽ കിരീടവും നേടി. ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാമത്തെ ICC ട്രോഫിയും മൊത്തത്തിൽ 7ാമത്തെ കിരീടവുമാണിത്. 2013 മുമ്പ് വിജയം നേടിയ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാമ്പ്യൻസ് ട്രോഫി വിജയമാണിത്. തോൽവി അറിയാതെ തുടരുമ്പോൾ തുടർച്ചയായ 2ാം തവണയാണ് ഇന്ത്യ ICC ടൂർണമെന്റ് നേടുന്നത്. ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ 2024 T20 ലോകകപ്പ് അവർ നേടി. അതും രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ബാറ്റ്സ്മാനായി അദ്ദേഹം മാറി. പാകിസ്ഥാനിന്റെ ഷാഹിദ് അഫ്രീദിയെ മറികടന്ന് 355 സിക്സറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു ഓപ്പണർ എന്ന നിലയിൽ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനായി അദ്ദേഹം മാറി. ഈ റോളിൽ 15,933 റൺസാണ് അയാൾ നേടിയത്. വീരേന്ദർ സെവാഗിനെ മറികടക്കുകയും ചെയ്തു. ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ ഓപ്പണർ എന്ന റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. ഈ റോളിൽ 45 സെഞ്ചുറികളാണ്. ഒരു ICC ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ബാറ്റ്സ്മാനായി അദ്ദേഹം മാറി. ഇതുവരെ 68 സിക്സറുകളാണ് അയാൾ നേടിയത്. ഒരു ഓപ്പണറായി 9000 ഏകദിന റൺസ് തികക്കുന്ന ഏറ്റവും വേഗതയേറിയ ബാറ്റ്സ്മാനായി സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്നു. ഓസ്ട്രേലിയക്കെതിരെ 1000 ഏകദിന റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാനായി. സേനാ രാജ്യങ്ങളായ ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ, അതായത് 14 ഏകദിന സെഞ്ചുറികൾ നേടിയ ബാറ്റ്സ്മാനായി. ICC ടൂർണമെന്റുകളിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡുകൾ നേടിയ കളിക്കാരനായി. ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ഏകദിന സിക്സറുകൾ നേടുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. ഈ റോളിൽ 126 സിക്സറുകളായിരുന്നു. 38ാം വയസ്സിൽ ഓസ്ട്രേലിയക്കെതിരെ ഏകദിന പരമ്പരയിൽ പ്ലെയർ ഓഫ് ദ സീരീസ് ആയും പ്ലെയർ ഓഫ് ദ മാച്ചായും അയാളെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ നേട്ടം കൈവരിക്കുന്നത് ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ കളിക്കാരനായിട്ടാണ്. അതെ, 2026 എന്ന വർഷത്തിലും അയാൾക്ക് പലതും സ്വന്തമാക്കേണ്ടതുണ്ട്. അതിനുള്ള യാത്ര അയാൾ തേടുകയാണ്. അയാളുടെ ലക്ഷ്യം 2027 ലോകകപ്പ് തന്നെയാണ്.